ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻ, മീഡിയൻ, മോഡ്, സെൻട്രൽ വാല്യൂസ് ഏതൊക്കെയാന്ന് പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 5th ചാപ്റ്റർ ഡാറ്റ ഹാൻഡ്ലിംഗ്, ബാർ ഗ്രാഫ്സ്. നമ്മള് ഈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ഈ റെപ്രസെന്റേറ്റീവ് വാല്യൂസ് കണ്ടുപിടിച്ചതിന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്. അതായത് നമ്മൾ റോ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡാറ്റയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഡാറ്റനെ ഒരുപാട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിലൊരു മെത്തേഡാണ് ബാർ ഗ്രാഫ്. ബാർ ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, മുന്നേ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഗ്രാഫ് പേപ്പർ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറേ ലൈൻസ്, കോളവും റോയൊക്കെ ആയിട്ട്. ഗ്രാഫ് പേപ്പറിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാർ ഗ്രാഫ്. അതുപോലെ കുറേ മെത്തേഡ് ഉണ്ട്. ലൈൻ ഗ്രാഫ് ഉണ്ട്, ബാർ ഡയഗ്രാം ഉണ്ട്, ബാർ ഗ്രാഫ് ഉണ്ട്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ മെത്തേഡ് ഉണ്ട് ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വെച്ച് മാത്രമേ ഇത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബാർ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് എന്താ? ഫ്രീക്വൻസി ടേബിൾ വേണം. സിംഗിൾ ഒബ്സർവേഷൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റില്ല? ബാർ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നില്ല. ഫ്രീക്വൻസി തന്നിരിക്കുന്ന ഒബ്സർവേഷൻ, അതായത് ഒരു ഒബ്സർവേഷൻ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യും, ബാർ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യും. സിംഗിൾ ഒബ്സർവേഷൻസ് ആണെങ്കിൽ നമുക്ക് ബാർ ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാം, എന്നാലും കൂടുതൽ നമ്മൾ ഫ്രീക്വൻസി ടേബിളിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പണ്ട് പഠിച്ചതൊന്നും ഓർമ്മിച്ചു. ഓക്കെ, ബാർ ഗ്രാഫ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ന്യൂമറിക്കൽ ഡാറ്റ ഇൻ വിച്ച് rectangular bars of uniform width are drawn on the axis depicting the variables. Values of the variables are shown on another axis. Space between consecutive bars is equal. Heights of the bars depends upon the values of the variables. The widths of the bars make the representation eye-catching and do not have any other significance. നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് രണ്ട് ആക്സിസിലായിട്ടാണ് വരയ്ക്കുക. അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസ്. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താ? പെർപെൻഡിക്കുലർ ജിയോമെട്രിയിൽ ചെറിയ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ജിയോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും, ആംഗിൾസ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും പെർപെൻഡിക്കുലർ. ഒന്നാലോചിച്ച് നോക്കിയേ, ഏതിലാ പഠിക്കുന്നതെന്ന് പറയാൻ ഞാൻ പറഞ്ഞു. ജിയോമെട്രിയിലെ ആംഗിൾസ് പഠിക്കുന്ന സമയത്ത് എന്താ പെർപെൻഡിക്കുലർ? അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, പിന്നെന്തായിരുന്നു? ഒരാംഗിളും കൂടി ഉണ്ടല്ലോ, സർക്യൂട്ട് ആംഗിൾ. അല്ല, അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, വേറെ ഒന്നും കൂടി ഉണ്ട്. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് ഈ പെർപെൻഡിക്കുലർ. എന്താ പെർപെൻഡിക്കുലർ? രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ എപ്പോഴാ പറയാ? അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പറയും രണ്ട് ആംഗിൾസ് പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇങ്ങനെ നിൽക്കുന്നത്, കറക്റ്റ് 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, ഒരു ലൈൻ ഇങ്ങനെയും ഒരു ലൈൻ ഇങ്ങനെയും 90 ഡിഗ്രി വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയാം. എന്തോ? പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കുന്നതല്ലേ? പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കുന്ന തന്നെ. ഇവിടെ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്താ, ഈ ബുക്കിന്റെ ഈ രണ്ട് ലൈൻസ്, ഈ ലൈനും ഈ ലൈനും, ഇവിടെ ഈ ആംഗിളിന്റെ മെഷർമെന്റ് എടുത്ത് നോക്കിയാൽ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. അതായത് ഈ സൈഡും ഈ സൈഡും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും.
അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഈ സൈഡും ഇവിടെ ഈ റൗണ്ട് ഷേപ്പ് വരുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ കറക്റ്റ് ആംഗിൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി, രണ്ട് ലൈൻസ് തമ്മിലുള്ള വരുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ആ ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയും. അപ്പോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ആദ്യം വരയ്ക്കും. ആ ലൈൻസിനെ നമ്മൾ എന്താ പറയാ? ആക്സിസ്. അതായത് എങ്ങനെയാ വരയ്ക്കുന്നത്? ലൈൻസ് എന്ന് വെച്ചാൽ സിംഗിൾ ലൈൻ ആയിരിക്കില്ല, ലൈൻ സെഗ്മെന്റ് അല്ല, നമ്മൾ എന്താ വരയ്ക്കാം? ലൈനാ വരയ്ക്കാം. സോറി, ലൈൻ എന്ന് വെച്ചാല് സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയാം, എൻഡിങ് പോയിന്റ് എവിടെയാന്ന് അറിയില്ല, ഒരു സൈഡ് മാത്രം ആരോ മാർക്ക് വരുന്ന ഫിഗറിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് ലൈൻസ്. കറക്റ്റ് ഇതാ ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനെയുള്ള രണ്ട് ലൈൻസിന്റെ മേലെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഗ്രാഫ് വരയ്ക്കുന്നത്. ഏത് തരത്തിലുള്ള ഗ്രാഫ് ആയാലും നമ്മൾ ഈ രണ്ട് ലൈൻസിന്റെ മേലെയാണ് വരയ്ക്കുക. അപ്പോ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്ന ലൈനിനെ we say it as എന്ത്? എക്സ് ആക്സിസ്. എന്ത് പറയുന്നു? എക്സ് ആക്സിസ്. എക്സ് ആക്സിസ്. ഇനി ഇവിടെ വെർട്ടിക്കൽ ആയിട്ട് വരുന്നതിനെ വൈ ആക്സിസ്. ഇത് തമ്മിൽ മാറിപ്പോവരുത്, എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ മാറിപ്പോവരുത്. കാരണം ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ആക്സിസ് എക്സ് ആക്സിസും വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ആക്സിസ് വൈ ആക്സിസും അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ വേരിയബിൾസ് എപ്പോഴും എതിലെടുക്കും? വേരിയബിൾസ് എക്സ് ആക്സിസിലും ഫ്രീക്വൻസി വൈ ആക്സിസിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഈക്വൽ വിഡ്ത്തിലായിരിക്കണം എന്ത് വരയ്ക്കണ്ടേ? ഈക്വൽ വിഡ്ത്തിലായിരിക്കണം ബാർസ് വരയ്ക്കാം. അതായത് ഒരു ബാർ ഇത്രയും വരയ്ക്കാൻ പാടില്ല. ഓരോ ബാറും സെയിം വിഡ്ത്ത് ആയിരിക്കണം. ഇപ്പൊ ഒന്ന് ഇത്രയാണെങ്കിൽ അടുത്തതും അത്ര തന്നെ ആയിരിക്കണം. ബാർ വരയ്ക്കുമ്പോൾ അടുത്തതും അതേ വിഡ്ത്ത് ആയിരിക്കണം. വിഡ്ത്തിൽ വ്യത്യാസം വരുത്തരുത്, ഡിസ്റ്റൻസിലും മാറ്റം വരുത്തരുത്. രണ്ട് ബാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. ഇതിന്റെ ഹൈറ്റിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസം കാണാൻ പറ്റുക. ബാറിന്റെ ഹൈറ്റിൽ മാത്രമാണ് നമുക്ക് വ്യത്യാസം കാണാൻ പറ്റുക. ബാറിന്റെ ഹൈറ്റിൽ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിന്റെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വേരിയബിൾ മാറുന്നതിനനുസരിച്ചാണ് ബാറിന്റെ ഹൈറ്റില് വ്യത്യാസം വരുന്നത്. അപ്പോ ബാർ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസ് ആയിട്ട് ഹൊറിസോണ്ടൽ ലൈനും വൈ ആക്സിസ് ആയിട്ട് വെർട്ടിക്കൽ ലൈനും വരയ്ക്കുന്നു. എക്സ് ആക്സിസിലാണ് നമ്മൾ ബാർസ് വരയ്ക്കുന്നത്. എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബാർസ് ആയിരിക്കും. ബാർസ് എല്ലാം ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബാർസ് ആർ ഓൾവേസ് ഈക്വൽ. രണ്ട് ബാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ബാർ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഇതിൽ കൂടുതലായിട്ട് തിയറി ഒന്നും പഠിക്കാനില്ല, നമുക്ക് പ്രോബ്ലം ചെയ്തിട്ട് മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ. വരയ്ക്കാൻ വേണ്ടി കഴിയുന്നത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഒരു ഗ്രാഫ് ബുക്ക് കിട്ടുമോ നോക്കാം. ഗ്രാഫ് പേപ്പർ അല്ലെങ്കിൽ ഗ്രാഫ് ബുക്ക് ചെറുപുഴ ബുക്ക് സ്റ്റോളിലൊക്കെ ഉണ്ടാവും. ഇതുപോലെ പേജ് വരുന്ന ഗ്രാഫ് ബുക്ക് ഒന്ന് കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങി വെക്കാം. നെക്സ്റ്റ് വ്യാഴാഴ്ചയല്ലേ ക്ലാസ് വരുന്നേ, അപ്പോഴേക്കും ഒരു ഗ്രാഫ് ബുക്ക് വരച്ചു വെക്കുക. ഗ്രാഫ് ബുക്കിലാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ഈസി ആയിരിക്കും. നമുക്ക് മെഷർമെന്റ് കൂടുതൽ എടുക്കേണ്ടി വരില്ല, ഫ്രീക്വൻസിന്റെ മെഷർമെന്റ് മാത്രമേ നോക്കേണ്ടി വരൂ. അപ്പൊ ഗ്രാഫ് ബുക്ക് എല്ലാവരും വാങ്ങാം കേട്ടോ.
സോൾവ്ഡ് എക്സാമ്പിൾസ് നോക്കാം. അതിലൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നതെന്നാണ്. ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം തന്നിട്ടില്ല. അപ്പൊ അവിടെ read the adjacent bar graph and answer the questions given below. അവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ എക്സ് ആക്സിസിൽ കോഴ്സസും വൈ ആക്സിസിൽ എൻറോൾമെന്റ്, അതിൽ ചേർന്നിരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഗ്രാഫ് ബുക്കിൽ നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഇതാ എക്സ് ആക്സിസിൽ നമ്മൾ കോഴ്സസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫസ്റ്റ് ബാർ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതോ ഒരു കോഴ്സ്, ഏതത് കെമിസ്ട്രി, രണ്ടാമത്തേത് ഫിസിക്സ്, മൂന്നാമത്തെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്കണോമിക്സ്, നാലാമത്തേത് പൊളിറ്റിക്കൽ സയൻസ്, അഞ്ചാമത്തേത് സൈക്കോളജി. അങ്ങനെ 5 സബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബാർസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ബാറും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റിനെ. ഓക്കെ, ഓരോ ബാറും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റിനെ. അപ്പോ ആ സബ്ജക്റ്റിൽ ഓരോ സബ്ജക്റ്റിലും എത്ര കുട്ടികൾ വീതമാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്, രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഗ്രാഫ് ബുക്കില് ഓരോ ലൈനും ഓരോ സെന്റിമീറ്റർ വിട്ടുള്ള ഓരോ ലൈൻ കുറച്ച് തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആദ്യത്തെ ഇവിടെ ഒരു ലൈൻ, പിന്നെ 1 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ലൈൻ, പിന്നെ 1 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ലൈൻ, കുറച്ച് ലൈൻസ് തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന ഇടയിൽ വരുന്ന ഒരു ലൈൻ കുറച്ച് അതിനേക്കാളും കുറച്ച് നേരിയതായിട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് 0.5 ഒക്കെ വരുമ്പോൾ ഈ 2 ലൈനിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് അത് വരാം. അപ്പോൾ മിഡിൽ മെഷർമെന്റ് വരും. ഇത് ഓരോ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ഒറിജിൻ എന്ന് പറയും. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ ഒറിജിൻ എന്ന് പറയും. അപ്പൊ ആ പോയിന്റിൽ നമ്മൾ O എന്ന് എഴുതും. അതെപ്പോഴും നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും 0 ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ നമ്മൾ എടുക്കുന്ന മെഷർമെന്റിനനുസരിച്ചായിരിക്കും ഓരോ ലൈനിനും മെഷർമെന്റ് വരാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ 0 എടുത്തു, ഓയിൽ 0 എടുത്തു, സ്റ്റാർട്ടിംഗ് പോയിന്റ്. അടുത്ത് വരുന്ന 1 സെന്റിമീറ്ററിൽ നമ്മൾ അവിടെ 50 എടുത്തേ. നെക്സ്റ്റ് 1 സെന്റിമീറ്ററിൽ വരുന്നിടക്ക് 100, നെക്സ്റ്റ് 150, നെക്സ്റ്റ് 200, നെക്സ്റ്റ് 250, അത് കഴിഞ്ഞിട്ട് 300. അങ്ങനെ ഓരോ സെന്റിമീറ്ററിൽ വിട്ടിട്ട് നമ്മൾ 50 ആഡ് ചെയ്താണ് പോയിന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഒരു ലൈൻ വരുമ്പോഴത്തേക്ക് നമുക്ക് 50 എണ്ണം, അടുത്ത ഒരു ലൈൻ വരുമ്പോഴത്തേക്ക് 100 എണ്ണം, അടുത്ത ലൈൻ വരുമ്പോഴത്തേക്ക് 150. അപ്പൊ കെമിസ്ട്രി എന്ന് പറയുന്ന ബാർ എവിടെ വരെയാ വരച്ചിരിക്കുന്നത്? 150ന്റെ നേരെയാണ് കെമിസ്ട്രി എന്ന് പറയുന്ന ബാർ വരച്ചിരിക്കുന്നത് അല്ലെ. അടുത്ത ഫിസിക്സ് എന്ന് പറയുന്ന ബാർ എവിടെയാ? 150ന്റെയും 100ന്റെയും ഇടയിൽ. 150ന്റെയും 100ന്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാ വരാ? അതിന്റെ കറക്റ്റ് മിഡിലിൽ വരുന്ന വാല്യൂ 175. നെക്സ്റ്റ് അടുത്ത ഏതാ? എക്കണോമിക്സിന്റെ ബാർ നേരെ വന്നിരിക്കുന്നത് 300ന്റെ നേരെ. അതായത് 300 കുട്ടികളാണ് എക്കണോമിക്സിൽ എൻറോൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് വന്നിരിക്കുന്നത് എവിടെയാ? 200ന്റെയും 250ന്റെയും ഇടയിൽ. 200ന്റെയും 250ന്റെയും കറക്റ്റ് മിഡിലിൽ വരുന്നത്, കറക്റ്റ് മിഡിലല്ല, അതിന് തൊട്ട് താഴെ അല്ലെ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് ആ ടെക്സ്റ്റില് 200ന്റെയും 250ന്റെയും കറക്റ്റ് സെന്ററിൽ വരുന്ന ലൈനിന് തൊട്ട് താഴത്തെ ഒരു കുഞ്ഞു നേരത്തെ ലൈനിലാണ് അത് വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് വേണം മെഷർമെന്റ് എടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആ ചെറിയ ലൈൻ വെച്ചിട്ട് കൗണ്ട് ചെയ്യണം. എങ്ങനെ കൗണ്ട് ചെയ്യണം? 200, 205, 10, 15, 20, 25. അതായത് ചെറിയ ലൈൻ കണ്ടില്ല? ഓരോന്നിന്റെ ഇടയിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ലൈൻ കാണുന്നില്ലേ? ആ കുഞ്ഞു കുഞ്ഞു ലൈൻ
എങ്ങനെ വരുന്നു? 5 എണ്ണം വീതമാണ് ഓരോ ലൈനും റെപ്രസെന്റ് ചെയ്യുന്നത്. 5 എണ്ണം വീതമാണ് ഓരോ ലൈനും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ 200 മുതൽ കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 200 കഴിഞ്ഞിട്ട് ആദ്യത്തെ കുഞ്ഞു ലൈൻ 205, അടുത്ത കുഞ്ഞു ലൈൻ 210, പിന്നെ വരുന്നത് 215, പിന്നെ 220, പിന്നെ വരുന്ന ലൈൻ കുറച്ച് തിക്കായിട്ടായിരിക്കും 225, പിന്നെ 30, 35, 40, 45, പിന്നെ വരുമ്പോൾ 250. അപ്പോ ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ബാർ 225ന്റെ തൊട്ട് താഴെയാണ് വരുന്നത്. തൊട്ട് താഴത്തെ ലൈന് അതേതാ റെപ്രസെന്റ് ചെയ്യുക? 220. കാരണം നമ്മൾ 5, 5, 5 ഇതാണ് ഈ സ്മോൾ ലൈനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് വരുന്നത് 220. ഇനി സൈക്കോളജി ആണെങ്കിലോ? സൈക്കോളജി അതിലും തൊട്ട് താഴെയാണ് വരുന്നത്. 225ന്റെ 20യുടെയും 200ന്റെയും ഇടയിലായിട്ട് വരും. എത്രാമത്തെ ലൈനില്ല? 1, 2, 3, 205, 210. 210ന്റെ ലൈനിലാണ് എന്ത് വരുന്നത്? സൈക്കോളജി വരുന്നത്. എക്കണോമിക്സ് 300, ഫിസിക്സ് 125, കെമിസ്ട്രി 150. പലതും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ, ഞാൻ അതാ മക്കളെ ആലോചിക്കുന്നത്, ഇത് എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ പറഞ്ഞുതരാൻ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഗ്രാഫൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു തന്നിട്ട് പറഞ്ഞാലേ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടോ ഗ്രാഫിനെ കുറിച്ച്, മെഷർമെന്റ് എടുക്കുന്നതിനെ കുറിച്ച്? നിങ്ങൾ കഴിഞ്ഞ വർഷം തോന്നുന്നു ഗ്രാഫ് വരച്ചിട്ടുണ്ടാവും, ബാർ ഗ്രാഫ് ഒക്കെ വരച്ചിട്ടുണ്ടാവും. ഗ്രാഫ് ബുക്കിൽ വരച്ചിട്ടുണ്ടോ? ഗ്രാഫ് ബുക്കിൽ വരച്ചിട്ടുണ്ടോ? ഓക്കെ, ദിയ കാണിച്ചു തരുന്നുണ്ട്. ഗ്രാഫ് ബുക്കിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നേ? ഗ്രാഫ് ബുക്ക് എന്ന് തന്നെ പറഞ്ഞിട്ട് വാങ്ങാം. ഒന്നുകിൽ ഒരു പച്ച കളർ ആയിരിക്കും, അല്ലെങ്കിൽ റോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഓറഞ്ച് കളർ ആയിരിക്കും ഗ്രാഫ് ബുക്കിന്റെ കളർ. വൈറ്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത്? റീഡ് ദി അഡ്ജസന്റ് ബാർ ഗ്രാഫ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന എൻറോൾമെന്റ് ഇൻ കോഴ്സസ് അറ്റ് എ യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് കുറച്ച് കോഴ്സസ് ഉണ്ട്. കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഈ ഓരോ കോഴ്സിനകത്തും എൻറോൾ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം, അതായത് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്നത്. കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 150 സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 125 സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സിൽ 300 സ്റ്റുഡൻസ്, പൊളിറ്റിക്കൽ സയൻസിൽ 220 സ്റ്റുഡൻസ്, സൈക്കോളജിയിൽ 210 സ്റ്റുഡൻസ്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, വിച്ച് കോഴ്സ് ഹാസ് ദി മോസ്റ്റ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ഇറ്റ്? ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിരിക്കുന്ന കോഴ്സ് ഏതാണ്? അതിന് നമ്മൾ നമ്പർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നീളമുള്ള ഗ്രാഫ് ഏതിനാന്ന് നോക്കാം. ഏറ്റവും നീളമുള്ളത് ഏതിനാ? ഇതില് എക്കണോമിക്സിന്റെ ഗ്രാഫിനാണ് ഏറ്റവും കൂടുതൽ നീളം കാണുന്നത്. അപ്പൊ എക്കണോമിക്സിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓർഡർ ദി കോഴ്സസ് ബൈ എൻറോൾമെന്റ് ഫ്രം ദി ലോവസ്റ്റ് ടു ഹയസ്റ്റ്. ഏറ്റവും കുറവ് മുതൽ ഏറ്റവും കൂടുതൽ വരെ കോഴ്സസിനെ ഓർഡർ ചെയ്യാം. ഏറ്റവും കുറവ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഫിസിക്സ്, പിന്നെ വലിയ ഗ്രാഫ് കെമിസ്ട്രി, പിന്നെ വലിയ ഗ്രാഫ് സൈക്കോളജി, പിന്നെ പൊളിറ്റിക്കൽ സയൻസ്, ഏറ്റവും കൂടുതൽ എക്കണോമിക്സ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ അതിന്റെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, then third question, the enrollment in economics is how many times more than the enrollment in chemistry? എക്കണോമിക്സിന്റെ എൻറോൾമെന്റ് കെമിസ്ട്രിയിനേക്കാളും എത്ര മടങ്ങ് കൂടുതലാണ്?
കെമിസ്ട്രീനേക്കാളും എത്ര മടങ്ങാണ് എക്കണോമിക്സിന്റെ എൻറോൾമെന്റ്? അപ്പൊ നമുക്കറിയാം, ഇവിടെ നമ്മൾ നമ്പർ നോക്കിയിട്ടുണ്ട്. കെമിസ്ട്രീന്റെ എൻറോൾമെന്റ് 150, എക്കണോമിക്സിന്റെ എൻറോൾമെന്റ് 300. അതായത് 150ന്റെ നേരെ ഡബിൾ ആണ് 300. 150 അതായത് കെമിസ്ട്രിയിൽ എൻറോൾ ചെയ്തിരിക്കുന്ന കുട്ടികളിനേക്കാളും അതിന്റെ ഡബിൾ ആണ് എവിടെ എക്കണോമിക്സിൽ എൻറോൾ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? The enrollment in economics is 2 times more than the enrollment in chemistry. കെമിസ്ട്രിയിൽ എൻറോൾമെന്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ 2 times ആണ് എക്കണോമിക്സിൽ എൻറോൾമെന്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം. 150ന്റെ ഡബിൾ ആണ്, ഇരട്ടിയാണ് 300. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many students are enrolled in the course with most students? ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് നടത്തിയിരിക്കുന്ന സബ്ജക്റ്റിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? How many students are enrolled in the course with most students? കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള സബ്ജക്റ്റിൽ എത്ര കുട്ടികളാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്? എത്ര നമ്മൾ കണ്ടുപിടിച്ച എക്കണോമിക്സിൽ? 300. എക്കണോമിക്സിന്റെ നേരെ വരുന്നത് 300. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, how many more students are there in economics than in physics? ഫിസിക്സിൽ ഉള്ളതിനേക്കാളും എത്ര കൂടുതൽ കുട്ടികളാണ് എക്കണോമിക്സിൽ ഉണ്ടാവുക? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? എക്കണോമിക്സിലുള്ള കുട്ടികളിൽ നിന്ന് ഫിസിക്സിലെ കുട്ടികളെ മൈനസ് ചെയ്താൽ മതി. എക്കണോമിക്സിൽ 300, ഫിസിക്സിൽ 125. മൈനസ് ചെയ്യുമ്പോൾ 175. അതായത് ഫിസിക്സിൽ ഉള്ളതിനേക്കാളും 175 സ്റ്റുഡൻസ് എക്കണോമിക്സിൽ കൂടുതലുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. അതുപോലുള്ളൊരു ഗ്രാഫ് ഇതിലുണ്ടോ നോക്കട്ടെ. ഓക്കെ, പേജ് നമ്പർ 76 ഒന്നെടുത്തേ. പേജ് നമ്പർ 76, എക്സസൈസ് 5. എക്സസൈസ് 5ഓ? എന്താ അങ്ങനെ ഒരു എക്സസൈസ്? ഓക്കെ, എക്സസൈസ് 5. ഒറ്റൊരു എക്സസൈസ് മാത്രമേ ഇതിനകത്തുള്ളൂ. എക്സസൈസ് 5 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. Study the given bar graph, figure 2, and answer the following questions. തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം? ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ചെയ്യാം. ഗ്രാഫ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അതിന്റെ ആൻസർ നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് എഴുതാം. ഓക്കെ, ഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മാർക്സ് സ്കോർഡ് ബൈ എ സ്റ്റുഡന്റ്. ഒരു കുട്ടി കുറെ എക്സാമിന് സ്കോർ ചെയ്തിരിക്കുന്ന മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഒറിജിനിൽ 0, പിന്നെ y ആക്സിസിൽ വരുന്ന മാർക്സ് ഫസ്റ്റ് മെഷർമെന്റ് 20, പിന്നെ 40, 60, 80, 100. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞു ലൈൻ ഓരോന്നും എന്തായിരിക്കും? എത്രയായിരിക്കും വരാ? 0ന്റെയും 20ന്റെയും ഇടയിൽ വരുന്ന ലൈൻ 10 ആയിരിക്കും അല്ലേ? 0ന്റെയും 20ന്റെയും മിഡിൽ വാല്യൂ 10 അല്ലേ? അപ്പോ ആ കുഞ്ഞു 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 ലൈൻ 2 വീതമായിരിക്കും വരിക, 2 വീതമായിരിക്കും വരിക. 2, 4, 6, 8 കഴിഞ്ഞിട്ട് 10 ആണ് നടുവിൽ വരുന്ന ലൈൻ. അത് കഴിഞ്ഞിട്ട് 12, 14, 16, 18 കഴിഞ്ഞിട്ട് 20 വലിയ ലൈൻ, തിക്ക് ലൈൻ. പിന്നെ 22, 24, 26, 28, 30 സെന്ററിൽ വരുന്ന ലൈൻ. 32, 34, 36, 38, 40 തിക്ക് ലൈൻ. അപ്പൊ അത് നോക്കിയിട്ട് വേണം ഓരോന്നിന്റെയും എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്, എത്ര മാർക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ.
ഇംഗ്ലീഷിന് എത്ര മാർക്സ് ഉണ്ട് നോക്കാൻ വേണ്ടി ആ കുഞ്ഞു ലൈൻ ഒന്ന് എണ്ണി നോക്കിയാൽ മതി. 60, 62, 64. മാത്തമാറ്റിക്സിന് 80ൻ്റെയും 100ൻ്റെയും ഇടയിൽ കറക്റ്റ് സെൻറ്ററിൽ വരുന്നു 90. ഹിന്ദിക്ക് 40ൻ്റെയും 60ൻ്റെയും ഇടയിൽ വരുന്നു 50. സയൻസിന് അതുപോലെ 80 കഴിഞ്ഞിട്ട് 82, 84. സയൻസിന് 84. സോഷ്യൽ സയൻസിന് 40ൻ്റെയും 60ൻ്റെയും 50 കഴിഞ്ഞിട്ട് 52, 54, 56. നല്ല കീൻ ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നിന്റെ മാർക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇംഗ്ലീഷ് 64, മാത്തമാറ്റിക്സ് 90, ഹിന്ദി 50, സയൻസ് 84, സോഷ്യൽ സയൻസ് 56. ഈ മാർക്സ് വെച്ചിട്ട് തന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാം. വാട്ട് ഇൻഫർമേഷൻ ഡസ് ദി ബാർ ഗ്രാഫ് ഗിവ്? എന്ത് ഇൻഫർമേഷൻ ആണ് ബാർ ഗ്രാഫ് നിങ്ങൾക്ക് തരുന്നത്? എന്താ അത്? മാർക്സ് സ്കോർഡ് ബൈ എ സ്റ്റുഡന്റ്. ഇൻ വിച്ച് സബ്ജക്ട് ഈസ് ദി ലെവൽ ഓഫ് അച്ചീവ്മെന്റ് ഹയസ്റ്റ് ഫോർ ദി സ്റ്റുഡന്റ്? ഏത് സബ്ജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ഹിസ് ഓർ ഹർ ഹയസ്റ്റ് സ്കോർ ടു ഹിസ് ലോവസ്റ്റ് സ്കോർ? ഹയസ്റ്റ് സ്കോറിന്റെയും ലോവസ്റ്റ് സ്കോറിന്റെയും റേഷ്യോ പഠിച്ചതാണോ നിങ്ങൾ? റേഷ്യോ പഠിച്ചതാണോ? ചെറിയ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണോ? 2:5 എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചതാണോ ഫെയ്ത്തെ? അറിഞ്ഞൂടാ. ഓക്കെ. ഇൻ വിച്ച് സബ്ജക്ട് ഈസ് ഹിസ് ഹർ സ്കോർ ലോവസ്റ്റ്? എന്നാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ബാക്കി 3 ആൻസർ ചെയ്തിട്ട് മിസ്സിന് അയച്ചുതരാം. അയച്ചുതരുന്ന കാര്യത്തിന് വലിയ ഉറപ്പൊന്നുമില്ല, നിങ്ങൾ എന്തായാലും എഴുതി വെക്കാം. ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗ്രാഫ് ബുക്ക് കൊണ്ടുവന്നതിന് ശേഷം മിസ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബൈ. ബൈ.